ഓരോ സിനിമയിലൂടെയും പുതുമ കൊണ്ടുവരുന്ന ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഏറ്റവും പുതിയ സിനിമ പടക്കളം എന്ന് റിലീസ് ആയിരിക്കുകയാണ്. ഒരു ഫൺ പാക്ഡ് എൻ്റർടൈനർ മൂവിയാണ് പടക്കളം. ഇതിൽ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ ഇവർ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒന്നിച്ചു വരുന്നതും. അതോടൊപ്പം തന്നെ യൂത്തായിട്ട് എത്തിയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഫ് ബോയ്, അരുൺ പ്രദീപ്, അരുൺ അജികുമാർ, സന്ദീപ്, നിരഞ്ജൻ അനു ഇവരുടെ എല്ലാവരുടെയും കൂടെ പെർഫോമൻസ് ഒരുമിച്ച് ആ ഒരു സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു വളരെ മികച്ച ഒരു എൻ്റർടൈനറായി തന്നെയാണ് തോന്നിയത്. ഒരുപാട് എക്സ്പെക്റ്റേഷനോടെ തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമ ആ ഒരു എക്സ്പെക്റ്റേഷൻ കളയാതെ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാനും സാധിച്ചു. ഓരോരുത്തരുടെയും പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. ഡെബ്യൂ ഡയറക്ടറായിട്ടുള്ള മനു സുരാജാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. പെർഫോമൻസ് വൈസ് നോക്കിയാൽ ഇതിൽ സുരാജിൻ്റെ ഒരു ഫണ്ണ് നമ്മൾ ഓഡിയൻസിലേക്ക് വളരെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ക്യാരക്ടേഴ്സിന് വരുന്നൊരു ക്യാരക്ടർ ഷിഫ്റ്റ് ഉണ്ട്. ഒരാൾ ഒരു ക്യാരക്ടറിൽ മാത്രം നിൽക്കാതെ ക്യാരക്ടർ ഷിഫ്റ്റ് വരുന്നുണ്ട്. അത് സിനിമകളിൽ വളരെ കുറവാണ്. നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ ഇതിലെ ക്യാരക്ടേഴ്സിന് വരുന്ന ഒരു ചേഞ്ച്, അതായത് ബോഡി കൺട്രോളിങ്ങും ബോഡി സ്വാപ്പുമാണ്. അതായത് ഒരാളിരുന്ന് വേറൊരാളുടെ ബോഡി കൺട്രോൾ ചെയ്യുക എന്നുള്ളതുണ്ട്. അത് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓരോ സിനിമയിലൂടെയും താനൊരു സ്റ്റാർ മെറ്റീരിയൽ ആണെന്ന് സന്ദീപ് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ പെർഫോമൻസിലൂടെ ഒന്നുകൂടെ അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. സന്ദീപ് മാത്രമല്ല, എല്ലാവരുടെയും പെർഫോമൻസ് അതുപോലെ തന്നെ ടോപ്പ് ലെവലായിരുന്നു. സോ ടെക്നിക്കൽ വൈസും ആക്ടിംഗ് വൈസും എല്ലാം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. മലയാളത്തിൽ വളരെ റയറായി മാത്രം വരുന്ന ഒരു ഫാൻറ്റസി എൻ്റർടൈനർ ജോണറിലാണ് സിനിമ വന്നിട്ടുള്ളതും. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു അടിപൊളി ഫാമിലി എൻ്റർടൈനർ തന്നെയാണ് പടക്കളം എന്ന സിനിമ. സോ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിയേറ്ററിൽ പോയി തന്നെ കണ്ടോളൂ. ആൻഡ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കുക.